അപ്പോൾ ഇത് ആറ്റിങ്ങൽ ഹരിതനഗരം പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഇവിടെ നടക്കുന്നത്. സാറിൻ്റെ പേര്? എൻ്റെ പേര് ആർ സുരേന്ദ്രൻ. ആർ സുരേന്ദ്രൻ. മുൻപ് എന്ത് ജോലി? ഞാൻ പട്ടാളത്തിലായിരുന്നു. അതിനുശേഷം വന്നതിന് ശേഷമാണ് ഈ പരിപാടികളൊക്കെ കൃഷിയിലേക്ക് അങ്ങ് മാറിയത്. കൃഷി മാത്രമല്ല ഡയറി. ഇവിടെ എത്ര ഏക്കറുണ്ട് സാർ? ഇവിടെ എല്ലാം കൂടെ ഒരേക്കറുണ്ട്. അപ്പോൾ എന്തൊക്കെ കൃഷികളാണ് സാർ ഇവിടെ? ഇവിടെ എല്ലാ പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട്. എല്ലാ പച്ചക്കറികളും. ഇതിന്റെ വിപണനം എങ്ങനെയാണ്? വിപണനം ഇവിടെ ഒരു പാർട്ടി ഒന്ന് മൊത്തത്തിൽ എടുത്തോണ്ട് പോവുകയാണ് അല്ലേ? ഈ വളം ജൈവവളമായിട്ട് ജൈവവളമാണ്. ആ വളം കിട്ടാനുള്ള മാർഗം എന്ത് സ്വീകരിക്കുന്നു? പശുക്കളോ അങ്ങനെയുള്ള പശുക്കളുണ്ട്. 6 പശുക്കളുണ്ട്. അതിനുള്ള ചാണകം, അത് ഗോമൂത്രം, ഇതെല്ലാമാണ് ഇതിനെ ഉപയോഗിക്കുന്നത്. രാസവളം എന്തെങ്കിലും ഉപയോഗിക്കില്ലെന്ന് പറയില്ല. ചിലപ്പോ ഈ ഒരു മണ്ടടപ്പ് പോലെ വരുമ്പോൾ ശകലം ഉപയോഗിക്കാറുണ്ട് അല്ലേ രാസവളം? പിന്നെ അപ്പൊ എന്തൊക്കെ പച്ചക്കറികൾ അങ്ങനെ എന്തൊക്കെയാണ്? പച്ചക്കറികൾ എല്ലാം ഉണ്ട്. സകലതുകൊണ്ട്. കൃഷി ഓഫീസിൽ നിന്ന് എന്തെങ്കിലും സഹായം കൂടെ ഉണ്ടോ? കൃഷി ഓഫീസിൽ നിന്ന് കൃഷി ഓഫീസർ കൂടെ നിരീക്ഷിക്കുന്നുണ്ട്. ഇനി വേറെ ഏതെങ്കിലും സംഘടനകളോ അല്ലെങ്കിൽ സംഘടനകളും വന്നിട്ടില്ല. കൃഷി ഓഫീസിൽ നിന്ന് വന്ന് നോക്കുന്നുണ്ട്. അവര് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും അല്ലെ മാർഗനിർദ്ദേശങ്ങൾ ചെയ്യുന്നുണ്ട്. കൃഷി ഓഫീസർ എങ്ങനെ കൊള്ളാമോ? നല്ല ആളാണ് അല്ലേ? നല്ല രീതിയിലാണ്. എങ്ങനെയാണ് അറിയിക്കുന്നുണ്ട്. ആളുകളെ കൊണ്ട് കാണിക്കുന്നുണ്ട് അല്ലേ? എന്റെ വാർഡിൽ ഇത്രയും നല്ലൊരു സംരംഭം നടത്തുന്നത്, അതും ജൈവ പച്ചക്കറി കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ മുനിസിപ്പാലിറ്റി തലത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഞാൻ എന്റെ നല്ല കർഷകൻ എന്നുള്ള അവാർഡുകളും എല്ലാം ഇതിനുള്ള ലഭിച്ചോ? ഉണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഞാൻ അദ്ദേഹത്തിനോട് വന്ന് പറഞ്ഞ് അദ്ദേഹം വളരെ കാര്യമായിട്ടാണ് കൃഷി ഒരു കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജോലിക്കാരുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് 1-2 പേര്, ഒരാൾ വരും സ്ഥിരമായിട്ട് വരണുണ്ട് അല്ലേ? ബാക്കിയുള്ള സാറ് തന്നെ അല്ലേ ചെയ്യുന്നത്? അപ്പൊ ഒരു സമയം റെസ്റ്റ് ഇല്ല, വിശ്രമമില്ല. ഇത് ഫാഷൻ ഫ്രൂട്ട് അല്ലേ? അത് ഫാഷൻ ഫ്രൂട്ട്. നടന്നു കിടക്കുന്നു. എത്ര പശുക്കളെ മൊത്തം ഉണ്ട്? 6. പാലും മറ്റുമൊക്കെ കൊടുക്കുന്നത്? പാല് വീട്ടുകളിൽ കൊടുക്കും, ബാക്കിയുടെ സൊസൈറ്റി കൊടുക്കും. ഉണക്കി പൊടിക്കും അല്ലേ? പൊടിക്കോ? ഇത് ആദ്യം കുറച്ച് ചാണാപ്പൊടിയും, പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് എല്ലുപൊടി, പിന്നെ വേപ്പമണ്ണ. അതിട്ട് മിക്സ് ചെയ്തിടും. എത്ര ദിവസം കഴിഞ്ഞാൽ നടന്നത്? ഒരു 8-10 മണിക്കൂർ ഇതിൽ കോത്ത് വയ്ക്കും. വെള്ളത്തിൽ കോത്ത് വെച്ചിട്ട് ഒരു പേരാട് വരുന്ന സമയത്താണ് നടന്നത് അല്ലേ? ഒരു തടത്തിൽ എത്ര? 2 അല്ലേ? പിന്നെ പന്തലിടണം. പിന്നെ ഇതിന് ഉപയോഗിക്കുന്ന ജൈവ കീടനാശിനി എന്തോ? അസാൾട്ട് എന്ന് പറയും. അസാൾട്ട്. വീട്ടിന് ചെറിയ 100 ml 175 രൂപ. അത് കലക്കി അടിക്കുക, അങ്ങനെ സ്പ്രേ ചെയ്യുന്നു അല്ലേ? അങ്ങനെയാണ് അതിൻ്റെ. ഇതില് ഇനം പശുക്കളുണ്ടോ? അങ്ങനെ അറ്റ നിൽക്കുന്ന വെള്ളം അല്ലേ?
ഇത് ചകിരിച്ചോറാണ്. ഇത് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ചൂട് കൂടുതലുള്ള കാലങ്ങളിൽ ശകലച്ചം അധികമായിട്ട് ഇടാറില്ല, കുറച്ച് ചൂട് കേൾക്കാതിരിക്കാൻ വേണ്ടി. അല്ല, ഇതുമായിട്ട് മിക്സ് ചെയ്യില്ല? മിക്സ് ചെയ്ത് ഉപയോഗിക്കാം, അല്ലാതെ ഉപയോഗിക്കാം. സാർ ഇത് എവിടുന്ന് വരുത്തുന്നത്? ഇത് ഞാൻ ചിറങ്ങിൽ വരുത്തിയാണ്. ചിറങ്ങിൽ വരുന്നത്. ഒരു ലോഡ് എങ്ങനെ ചിലവ്? ഒരു ലോഡ് 1200 രൂപ. 1200. ശരി. ഇതുപോലെ നെറ്റ് കയറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ജോലിക്കുറവുണ്ട്. ഇന്നല്ലേ? ഓ, അതൊരു ഇതാണല്ലോ. അതും പയറിന് തന്നെ? ഇതും പയർ തന്നെയാണ്. പയറിന് കുത്തിയിട്ടിരിക്കുക. ഇത് എത്ര മൂട്, എത്ര കുഴി ഏകദേശം? ഇത് 55 കുഴിയുണ്ട്. ഇത് പാവൽ ഇതാണ്ട്, അത് വള്ളി വെച്ച് തുടങ്ങി ഇത് പിടിച്ച് കെട്ടിയിട്ട് നെറ്റിലോട്ട് കിടത്തുക. നെറ്റിലോട്ട് ഇതിലോട്ട് ടൈറ്റ് ചെയ്യും. ടൈറ്റ് ചെയ്തിട്ട് ഇതിലോട്ട് കയറ്റി വിടും. സുഖമാണ് സംഭവമാണ്. പാവയ്ക്കെല്ലാം ഇതിനകത്തൂടെ പോലും നമുക്ക് പറിക്കാനും എല്ലാത്തിനും നല്ല സൗകര്യം. അതും ഏകദേശം 100 മൂട് വരുമോ? വെണ്ട പാവല് 82 കൂടുണ്ട്. 82 മൂട്. 82 മൂടായപ്പോൾ ഇൻറ്റു 3 240 ആയി. പടവലം പല ഇതൊക്കെ ഇല്ലാത്തതാണ്, പൊടിക്കാത്തതാണ്. ഇത് പൊടിക്കാത്ത എന്നെ പോയി വിത്ത് വാങ്ങിച്ചോടുന്ന. ഓ, ഇത് എവിടെ നിന്ന് സാർ വിത്ത്? വെഞ്ഞാറമൂട്ടിൽ നിന്നും ഇത് ഇവിടെ നിന്ന് വിത്ത് കൊണ്ടെടുത്തു. അത് എന്തോന്നാണ്? ഇത് മൈസൂർ ബീൻസ് എന്ന് പറയുന്നത്. അത് വാളവിങ്ങ. ശരി, മൈസൂർ ബീൻസ്. ഇത് വാള കാച്ചു തുടങ്ങിയ? ഇല്ല. ഇത് കാച്ചു തുടങ്ങി. ഇത് വളരി അല്ലേ? ഇത് കാച്ചു തുടങ്ങി. ആ, ചെറിയ വളരി. എൻ്റെ പണം ഇപ്പുറത്തുനിന്ന് വിളിച്ചോളൂ. ഇതൊക്കെ വിത്ത് സാറേ എവിടെ നിന്ന് സംഘടിച്ച്? ഇത് ഹൈബ്രിഡ് വിത്താണ് ഞാൻ അധികം വാങ്ങാറ്. ഓ, അപ്പോൾ അത് എവിടെ ലഭിക്കുന്നത്? തിരുവനന്തപുരത്ത്. ഇപ്പോൾ വളണ്ടിപ്പോൾ അടുത്ത കാലത്ത് വന്നു. ഓ, പിന്നെ ഇങ്ങനെ കിടക്കുന്നത്. ഇതുകൊണ്ടാ മുളകിനെ കിടക്കും. ഇപ്പുറത്തോട്ട്. ഓ, ഇച്ചെടുത്ത് സൂക്ഷിക്കില്ലല്ലേ? സൂക്ഷിക്കുമോ? വെണ്ട പയർ ഇതിൻ്റെ വിത്തെടുത്ത് ബാക്കിയെല്ലാം ഹൈബ്രിഡാണ്. ഇത് 2-3 വെറൈറ്റി ഉണ്ട്. നെയ്ക്കുമ്പളം ഉണ്ട്, അത് ഭയങ്കര വിലയാണ്. അത് ഭയങ്കര വില. 65 85 രൂപ. ഒരു കുമ്പളയ്ക്ക് 80 രൂപ വിലയാണ്. ഈ പൂജയ്ക്കൊക്കെ എടുക്കണത്. ഇത് ഏത് ഐറ്റം എന്ന് പറഞ്ഞാൽ? ഇത് കുമ്പളം. അതന്നെ നെയ്ക്കുമ്പളം അല്ല. ഇത് ഇനം കപ്പവലാണോ? റെഡ് ലേഡി എന്നാണ്. അപ്പൊ ഇതിന്റെ വലിപ്പം നല്ല വലിപ്പം കാണും. നല്ല വലിപ്പം. ഇതിപ്പോ തയ്യാറാണ് ചെറുത്. നീളത്തിലുള്ളതല്ല, വലിയ നല്ല മാർക്കറ്റാണ് തന്നെയല്ലേ? ഇത് വലിയ നീളമുള്ള വെണ്ട. ഇത് ആനക്കൊമ്പം വെണ്ടെന്ന് പറയും. ഒരു വെണ്ടയ്ക്ക് 14 ഇഞ്ച് 15 ഇഞ്ചൊക്കെ വരും. 14 ഇഞ്ച് വരും. ഞാൻ അളന്ന് നോക്കിയിട്ടുണ്ട്. വേണ്ടല്ലേ? ഇതിലിപ്പോ ആദ്യം എന്തൊക്കെ സാധനം ഇട്ടത്? ഇതിൽ തന്നെ വേപ്പുണ്ടാക്ക്, പിന്നെ ചാണകപ്പൊടി, എല്ലുപൊടി ആണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഈ ഇതിൻ്റെ ചെറിയ പൊടിയൊക്കെ വൈറ്റമിൻ. ഓ, ഇത് വൈറ്റമിനായിട്ട് കൊടുക്കണം. ഇതിൻ്റെ ഈ കൃഷി രീതിയെക്കുറിച്ചും വളം ചെയ്യുന്ന രീതിയെക്കുറിച്ചും മൊത്തത്തിലൊന്ന് വിവരിച്ച് പറയാമോ? ഇതിന് ഏറ്റവും അത്യാവശ്യം വെള്ളമാണ്. നടുന്ന സമയത്ത് സാധാരണ ചാണകപ്പൊടി, എല്ലുപൊടി, ശകലം വേപ്പൻ പിണ്ണാക്കും
ഇട്ട് മിക്സ് ചെയ്താണ് നടുന്നത്. 2 അല്ലെങ്കിൽ 3 വിത്ത് നടും. ചിലപ്പോൾ 3 ഇടുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 2 എണ്ണം, ചിലപ്പോൾ ഒന്നും പറ്റാതെ വരുമ്പോൾ അതുകൊണ്ട് 3 എണ്ണം ആക്കി നടും. 30-35 വർഷം കഴിയുമ്പോൾ ഇത് പറിച്ചു തുടങ്ങാം. ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിന് വളരെ കൂടുതൽ വെള്ളം ആവശ്യമാണ് ഇതിന്. നമുക്ക് മറ്റ് വളങ്ങൾ ഉപയോഗിക്കാറില്ല. ഗോമൂത്രം ഉപയോഗിക്കും. ചാണകപ്പൊടിയും ഗോമൂത്രം. അത് മാത്രമാണോ? എല്ലുപൊടി. വെള്ളം ഏതൊക്കെ സമയം? 2 നേരം ഒഴിക്കണം, രാവിലെയും വൈകിട്ടും. എത്ര മാസം കഴിയുമ്പോഴായിരിക്കും? 30 ദിവസം ആകുമ്പോൾ കായ്ക്കും. അതിന്റെ പ്രിപ്പറേഷൻ ഇത് ചാണകവെള്ളത്തിൽ മുക്കി ഇട്ടിരിക്കുകയാണ്. കുരുപ്പ് വരും. ഇത് എത്ര നാള്? 2-3 ദിവസം കൊണ്ട് കുരുത്ത് വരും. കുരുത്ത് കഴിഞ്ഞ ഉടനെ നടണം അല്ലേ? കുരുത്ത് കഴിഞ്ഞു. നമ്മുടെ ഈ ഒരു കൃഷി രീതി എന്ന് പറഞ്ഞാൽ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയും പൊതുവെ എല്ലാവർക്കും ഒരു മാതൃകയാണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് മറ്റ് ഇതുമാതിരി കൃഷി ചെയ്യണം എന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഒരു പ്രചോദനമാണ്. അപ്പോൾ അവരെന്തൊക്കെ ശ്രദ്ധിക്കേണ്ടിയുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? പറയാം. കൃഷിക്ക് ഏറ്റവും അത്യാവശ്യം വെള്ളമാണ്. നമുക്ക് ആദ്യം വെള്ളം. പിന്നെ ജൈവവളത്തിലുള്ള കൃഷിയാണ് ഏറ്റവും നല്ലത്. ജൈവവളം, ചാണകം, പിന്നെ ഗോമൂത്രം, എല്ലുപൊടി, അതുപോലെയുള്ള കൃഷി രീതികൾ തുടങ്ങുന്നതായിരിക്കും നല്ലത്. കോഴിവളം ഉപയോഗിക്കും. ഇപ്പം ചൂടായോണ്ട് ഉപയോഗിക്കാറില്ല. കോഴിവളം തണുപ്പ് മഴയത്ത് ഉപയോഗിക്കാം. ഇപ്പം ചൂടായോണ്ട് ഉപയോഗിക്കുന്നത് അത്രയധികം വെള്ള സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഉപയോഗിക്കാവൂ. വിത്തുകളെല്ലാം ഹൈബ്രിഡ് വിത്ത് വാങ്ങി ഉപയോഗിക്കാറുണ്ട്. എവിടെ നിന്ന് കിട്ടുന്നത്? തിരുവനന്തപുരത്ത് നിന്ന് കിട്ടും. ചിലപ്പോൾ വളഡിപ്പോയിൽ കിട്ടും. സാറിന് പാക്കറ്റിൽ ആക്കി ആള് കൊടുക്കാനുള്ള ഒരു എന്തെങ്കിലും ഒരു പരിപാടി ചെയ്തു തുടങ്ങിയിട്ടില്ല. നല്ല വിത്തുകളാണ്. അതെ, നല്ല വിത്തുകളുണ്ട്. അത് കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു പരിപാടി. കൃഷി കഴിഞ്ഞിട്ട് ഇത് കിട്ടുന്ന വിളവെടുപ്പ് നാട്ടുകാർക്കാണോ അതേ നാട്ടുകാർക്ക് കൊടുക്കും, ആവശ്യക്കാർക്ക് കൊടുക്കും. ബാക്കി വരുന്നത് ഇവിടെ വന്ന് എടുത്തോണ്ട് പോകും. പൊതുവെ ഇതൊരു ലാഭകരമായ ഒന്നാണെന്ന് തോന്നുന്നുണ്ടോ? വലിയ ലാഭം പ്രതീക്ഷിക്കണ്ട. നല്ല പച്ചക്കറികൾ കുട്ടികൾക്കും വീട്ടുകാർക്കും എല്ലാം കഴിക്കാം, നാട്ടുകാർക്ക് കൊടുക്കാം. വലിയ ലാഭമൊന്നും പ്രതീക്ഷിക്കേണ്ട. കീടനാശിനി എങ്ങനത്തെ കീടനാശിനിയാണ്? അസാൾട്ട് എന്ന് പറയുന്നത് 175 രൂപ 100 ml ആണ് അസാൾട്ട്. അത് ജൈവമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിനു വേണ്ടി പറഞ്ഞു തന്നതിൽ നന്ദി. നമസ്കാരം.